ആദിശങ്കരന്റെ ദർശനങ്ങൾക്ക് കാലാതീതമായ പ്രസക്തിയുണ്ടെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. ശ്രീശങ്കര ആധ്യാത്മിക പഠന ഗവേഷണ കേന്ദ്രം കണ്ണൂരിൽ സംഘടിപ്പിച്ച ശ്രീശങ്കര ജയന്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭജനയോടെയും നാരായണീയ പാരായണത്തോടെയുമായിരുന്നു ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ശ്രീശങ്കര ആധ്യാത്മിക പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിച്ചതാണ് ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള സംഗതി. ഈ വിശുദ്ധമായ സംഗതിയത് നിങ്ങളെവരുടെയും അനുവാദത്തോടെ അനുഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി സ്നേഹാദരപരിസരം സന്തോഷപരിസരം ഭക്ത്യാദരങ്ങളും ഞാൻ ആദ്യമായി അറിയിച്ചു. നമ്മുടെ സാംസ്കാരിക സാമൂഹ്യ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു ഹൃദയധ്വനിയായി ഇപ്പോൾ ഇന്നത്തെ വർത്തമാനകാലത്തിൻ്റെ ഒരുപാട് രൗദ്രഭാവങ്ങളെ അതിജീവിക്കാൻ ശങ്കരാചാര്യരുടെ സന്ദേശങ്ങളും പ്രഭാഷണങ്ങളും ഉപദേശങ്ങളും ആധ്യാത്മിക പ്രബോധനവുമെല്ലാം തന്നെ രക്ഷാകവചമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ്. അമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമി അമൃത കൃപാനന്ദപുരി ദീപം കൊളുത്തി. ഇന്ന് വർത്തമാന കാലത്ത് നാം സനാതന ധർമ്മത്തെക്കുറിച്ച് നമുക്ക് ലഭ്യമായ വൈജ്ഞാനിക സമ്പത്ത് തത്വദർശനങ്ങൾ അതിൽ ഭൂരിഭാഗവും ഈ രണ്ട് മഹർഷീശ്വരന്മാർ ഇവരുടെ സംഭാവനകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വ്യാസന് നമുക്ക് നൽകപ്പെട്ട ഇതിഹാസങ്ങളും പുരാണങ്ങളും അതുപോലെ തന്നെ ഉപനിഷത്ത് വിചാരഗ്രന്ഥമായ ബ്രഹ്മസൂത്രവും ഒക്കെ തന്നെയും നമ്മുടെ സനാതനധർമ്മത്തെ ഏറെ സമ്പുഷ്ടമാക്കിയിട്ടുണ്ട്. സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 6 പേർക്കും അമൃത TV റിയാലിറ്റി ഷോയിൽ 2ാം സ്ഥാനം നേടിയ സന്ധ്യ നമ്പ്യാർക്കും വൈഗ നമ്പ്യാർക്കും മന്ത്രി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. KN രാധാകൃഷ്ണൻ മാസ്റ്റർ, തഹസിൽദാർ സുരേഷ് ചന്ദ്രബോസ്, ക്യാപ്റ്റൻ കെ ബോസ്, സി ശംഭു നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. ഭാരതം മുഴുവൻ കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെയും ഗുജറാത്ത് തൊട്ട് ആസാം വരെയും തലങ്ങും വിലങ്ങും ഈ ഭാരതം എന്ന് കാണുന്ന ഏതാണ്ട് 1000 കൊല്ലം അടിമയായിട്ടും ഇത്രയും ശ്രേഷ്ഠതരമായി കാണാൻ ഊതപ്രോതമായി നമ്മുടെ നാടിനെ കാൽനടയിലൂടെ സഞ്ചരിച്ച് ഏകോപിപ്പിച്ചത് ശങ്കരാചാര്യരാണെന്ന് നിസ്സംശയമായി. ചിറക്കൽ ടീമിന്റെ തിരുവാതിരക്കളിയും നടന്നു. എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.